ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പതിവ് പോലെ നമ്മുടെ മീൻ കൊണ്ടുവരുന്ന കാക്ക മത്തി കൊണ്ടുവന്നപ്പോൾ കുറച്ച് വാങ്ങി കൈയോടെ തന്നെ വൃത്തിയാക്കി അത് കറി വയ്ക്കാൻ നോക്കുകയാണേ. പിന്നെ മീൻ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഏത് രീതിയിൽ വെക്കണം എന്നുള്ള കൺഫ്യൂഷനായി. പിന്നെ ഒട്ടും മന്തിച്ചില്ല, വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. വറുത്തരച്ച കറി വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും മുഴുവൻ എടുക്കാറ്. കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് 2 പിടി തേങ്ങ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ മീൻകറിയുടെ മസാല ചൂടാറാൻ വെച്ച ടൈമിൽ കുറച്ച് കപ്പയുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കി കുക്കറിൽ വെച്ചു കേട്ടോ. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പുളിയും അരപ്പും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമുക്ക് മീനും ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അങ്ങനെ കപ്പയും മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻകറിയിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ വാങ്ങി വെച്ചു. കപ്പയും മീനും കണ്ടപ്പോൾ പതിവില്ലാത്ത വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണേ. നിങ്ങളും കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരും വരയ്ക്ക് ടാറ്റാ, ബൈ ബൈ.